ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഒരു ചുള്ളൻ. പേര് കാർലോ അക്വിറ്റസ്. ആധുനിക ലോകത്തിൻ്റെ അപ്പോസ്തലൻ, സൈബർ യുഗത്തിൻ്റെ വിശുദ്ധൻ, ഇൻ്റർനെറ്റിൻ്റെ സാധ്യത സുവിശേഷത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി പ്രയോജനപ്പെടുത്തിയ കൗമാരക്കാരൻ, ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച കാർലോ. വിശുദ്ധ ജീവിതത്തിന് ആധുനിക സാങ്കേതിക വിദ്യകൾ തടസ്സമല്ല. പ്രത്യുത ആധ്യാത്മികതയിൽ വളരുവാൻ, ദൈവരാജ്യ വിസ്തൃതിക്കായി ഇൻ്റർനെറ്റ് എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് വിളിച്ചോതുന്ന വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. 1991 മെയ് മാസത്തിൽ കാർലോ ലണ്ടനിൽ ജനിച്ചു. മാതാപിതാക്കൾ നാമമാത്ര കത്തോലിക്ക വിശ്വാസികളായിരുന്നുവെങ്കിലും കാർലോയ്ക്ക് ഈശോയോടും മാതാവിനോടും അനിതര സാധാരണമായ ഭക്തിയും സ്നേഹവുമുണ്ടായിരുന്നു. രൂപതാധ്യക്ഷൻ്റെ പ്രത്യേക അനുമതിയോടെ 7-ാം വയസ്സിൽ കാർലോ ദിവ്യകാരുണ്യം രുചിച്ചറിഞ്ഞു. അന്നു മുതൽ ദിവസേന ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുകയും ചെയ്തു പോന്നു. നാം എത്രത്തോളം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അത്രത്തോളം ഈശോയുമായി അടുക്കുമെന്നും ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്നാണ് കാർലോ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കുടുംബകാര്യങ്ങൾക്കൊപ്പം ഇടവക ദേവാലയത്തോടും വളരെ അടുത്തിടപഴകിയിരുന്നു ഈ ബാലൻ. അധ്യാപകർക്കും സഹപാഠികൾക്കും സുഹൃത്തായിരുന്നു. കമ്പ്യൂട്ടർ പ്രതിഭാശാലിയും ഫുട്ബോൾ കളിക്കാരനുമായ യുവാവ് ഏവരാലും ശ്രദ്ധിക്കപ്പെട്ടു. വീഡിയോ ഗെയിമിൽ സമർത്ഥനായിരുന്ന ഈ യുവാവ് നിശ്ചിത സമയം മാത്രമേ അതിനായി ചെലവഴിച്ചുള്ളൂ. കമ്പ്യൂട്ടറിലുള്ള പ്രത്യേക അഭിനിവേശം ദൈവമഹത്വത്തിനായി കാഴ്ചവെച്ചു. തൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ സുവിശേഷവും ദിവ്യകാരുണ്യ ഭക്തിയും പ്രചരിപ്പിക്കുവാൻ അഹോരാത്രം അധ്വാനിച്ചു. സ്വന്തമായി ഒരു വെബ്സൈറ്റും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒരു വെർച്വൽ ലബോറട്ടറിയും ആരംഭിച്ചു. ലോക സുവിശേഷീകരണത്തിനായി പ്രവർത്തിക്കുമ്പോഴാണ് താൻ ലുക്കീമിയ രോഗബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞത്. സ്വർഗം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായവരും. പ്രഭാഷകൻ 2-ാം അധ്യായം 5-ാം വാക്യം. രോഗം മൂർച്ഛിച്ച് ശരീരം തളർന്നു പോയപ്പോഴും ഒരിക്കൽ പോലും പരാതി പറയാതെ തൻ്റെ വേദനകൾ സഭയ്ക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. തൻ്റെ വേദനകളെ ചുംബിച്ച് ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകളെ നോക്കി പുഞ്ചിരിച്ചവനാണ് കാർലോ. കനൽ അനുഭവങ്ങൾ കാൽവരിയോട് ചേർത്തവൻ. കാർലോ ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത യാതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും ഒരു നിമിഷം പോലും താൻ പാഴാക്കിയിട്ടില്ല. അതിനാൽ മരിക്കാൻ എനിക്ക് ഭയമില്ല എന്നാണ് കാർലോയുടെ മൊഴി. 2006 ഒക്ടോബർ 12-ാം തീയതി കാർലോയുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. തൻ്റെ ആഗ്രഹം പോലെ താൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ച അസീസിയിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കി. അനേകായിരങ്ങൾ കല്ലറ സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. കാർലോയുടെ മധ്യസ്ഥതയിൽ ബ്രസീലിലെ മാത്യു എന്ന രോഗിക്കുണ്ടായ അത്ഭുത രോഗസൗഖ്യം പരിശുദ്ധ സിംഹാസനം സ്ഥിരീകരിച്ചു. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ കാർലോയെ ധന്യനായും 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായും പ്രഖ്യാപിച്ചു. ലോകത്തിൻ്റെ വശ്യതകളെ ചെറുത്തു തോൽപ്പിക്കാൻ ജപമാലയും ഹൃദയമലിനമാകാതെ സൂക്ഷിക്കാൻ പരിശുദ്ധ കുർബാനയും സക്രാരിയിൽ നമ്മുടെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവുമുണ്ടെന്ന് കാർലോ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എപ്രകാരമെല്ലാം സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാം എന്ന് നമുക്ക് പര്യാലോചിക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വർഗം സ്വന്തമാക്കിയ ആത്മാക്കളെ നേടിയ സുവിശേഷത്തിനായി ദിവ്യകാരുണ്യ ഈശോയ്ക്കായി പടപൊരുതിയ വിജയം വരിച്ച ധീര പോരാളിയെ നമുക്ക് അനുകരിക്കാം. നന്ദി.